ഹലോ യൂട്യൂബ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പി എഫിൻ്റെ സൈറ്റിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്കിനി പി എഫിൻ്റെ എംപ്ലോയർ സൈറ്റ് വഴി ഒരു എംപ്ലോയിക്ക് പുതിയ UAN ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് നമുക്കിനി ഉമങ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ ആധാറിൻ്റെ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ ആപ്ലിക്കേഷൻ, ഈ രണ്ട് ആപ്ലിക്കേഷത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇനി നമുക്കൊരു പുതിയ UAN ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്കധികം കാര്യങ്ങളൊന്നും നോക്കേണ്ട, നേരെ സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഉമങ് എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഉമങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സജഷൻ ലിസ്റ്റിൽ തന്നെ വരും. അതുപോലെ തന്നെ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ സ്റ്റോറിൽ കയറി കഴിഞ്ഞാലും നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഉമങ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾക്ക് EPFO എന്ന് കാണാൻ കഴിയും. അപ്പം ഇത് ഓപ്പൺ ചെയ്തിട്ടാണ്, ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ EPFOൻ്റെ സൈറ്റാണ് നമ്മൾ തുറക്കേണ്ടത്. അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് UN അലോട്ട്മെൻറ്റ് ആൻഡ് ആക്ടിവേഷൻ എന്നൊരു സാധനം കാണാം. ആ ഒരു ഇൻ്റർഫേസ് തുറന്നതിന് ശേഷം അതിൽ നിങ്ങൾക്ക് UN നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ സ്ഥലം കൊടുക്കണം. സ്ഥലം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ആ സ്ഥലം കൊടുത്താൽ മതി. കേരളയാണെന്നുണ്ടെങ്കിൽ കേരള കൊടുത്താൽ മതി. ഓക്കെ, ഇത് ബംഗാളിലുള്ള ഒരാളാണ് കൊണ്ടാണ് ബംഗാളിൽ നിന്ന് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. നിങ്ങൾ എന്താ പറയുക, അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, അങ്ങനെ ഒരു ഇനീഷ്യൽ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ഫസ്റ്റ് വരിക. അതിനുശേഷം ആധാർ ഓതൻറ്റിഫിക്കേഷൻ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. നിങ്ങളതൊന്ന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ പേജിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് തന്നെ ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം ആധാർ നമ്പറും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചെക്ക് ബോക്സൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു OTP കൂടെ വരും. ഓക്കെ, അപ്പോൾ ഏതാണ്ട് ഒരു നിങ്ങളെ ഇൻ്റർഫേസ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റാർട്ട് സ്കാൻ കൊടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ച് പെർമിഷൻസൊക്കെ ചോദിക്കും. അതൊക്കെ അലോ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫേസ് ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ ഫേസ് വെച്ചിട്ട് നിങ്ങൾ ഐസ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് കൊടുക്കണം. ബ്ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് റീഡ് ചെയ്യുള്ളൂ. അതിനുശേഷം നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതിനനുസരിച്ച് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ UAN ആക്ടിവേറ്റ് ആയിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു UAN കാർഡൊക്കെ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രീവിയസ്ലി UAN ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുപോലെ PFൻ്റെ സൈറ്റിൽ എംപ്ലോയർ സൈറ്റിൽ ലോഗിൻ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ UAN നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്യുന്ന എന്തൊക്കെയാണോ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ UN കാർഡ് നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫോണിലേക്ക് നിങ്ങളെ നമ്പർ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ വീണ്ടും എംപ്ലോയർ സൈറ്റിൽ വരിക, ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. സാധാരണ എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് സേവ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പുതിയ UAN ക്രിയേഷൻ, അത് UN നിങ്ങളെ എംപ്ലോയർ സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ കരുതണ്ട, ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നുള്ളത് കൊണ്ട് പലരും ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് കൊണ്ടായതുകൊണ്ട് ഒന്നും ഞാൻ ചെയ്ത് നോക്കിയെന്നുള്ളൂ.